Hello everyone, welcome to Expert Gain Corporate Training and Consulting. നമ്മളിന്ന് സംസാരിക്കുന്നത് സം ഈ ഫോമുലയെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ സം ഫോമുലയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഒരു നമ്പേഴ്സ് അതിൻ്റെ ടോട്ടൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഫോമുലയാണ് സം. അപ്പം ഇവിടെ സം ഈ ഫോമുല എന്താണെന്ന് പറഞ്ഞാൽ നമ്മളൊരു കണ്ടീഷൻ കൊടുത്തിട്ട് ആ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടാം. അതായത് ഇപ്പം ഈ ഒരു എക്സാമ്പിളിൽ എനിക്കറിയേണ്ടത് ഇറ്റാലിയൻ ടീംസ് എത്ര ഗെയിംസ് കളിച്ചു എന്ന് എനിക്ക് അറിയണം. അപ്പോൾ പ്രിസൈസ്ലി ഇറ്റാലിയൻ ടീംസ് എന്നുള്ളതാണ് എൻ്റെ ഒരു ക്രൈറ്റീരിയ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ചെയ്യുന്നത് ഇതാണ്. ഫസ്റ്റ് ഞാനിവിടെ ഇറ്റലി എന്ന് ടൈപ്പ് ചെയ്തു. ഇതിൻ്റെ ഒരു ക്രൈറ്റീരിയയാണ് ഇറ്റലി എന്നുള്ളത്. അപ്പം ഇതിനു വേണ്ടി നമ്മൾ സമ്മി ഫോമുല യൂസ് ചെയ്യുന്നത് ഇപ്പം മുമ്പത്തേത് പോലെ തന്നെ ഏത് ഫോമുലയും സ്റ്റാർട്ട് ചെയ്യുക ഈക്വൽ ടു വെച്ചിട്ടാണ്. സോ ഈക്വൽ ടു സം ഇഫ് ടാബ് പ്രസ് ചെയ്യുക. ആദ്യം ചോദിക്കുന്നത് റേഞ്ചാണ്. അപ്പം ഇവിടെ റേഞ്ചായിട്ട് വരുന്നത് ഈ കൺട്രിയാണ്. ഇത് ഞാൻ മൊത്തം സെലക്ട് ചെയ്തു. സോ കോമ. അടുത്തത് ക്രൈറ്റീരിയ ആണ് ചോദിക്കുന്നത്. ക്രൈറ്റീരിയ ഇൻ ദ സെൻസ് ഇവിടെ നമുക്ക് ഇറ്റലിയാണ് വരുന്നത്. കോമ സം റേഞ്ച്. ഏതാണ് സം റേഞ്ച്? അപ്പം ഗെയിംസ് പ്ലേഡ് ആണ്. ഇതും ഞാൻ സെലക്ട് ചെയ്തു. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അപ്പം നമുക്കിവിടെ ഇറ്റാലിയൻ ടീംസ് എത്ര ഗെയിംസ് പ്ലേ ചെയ്തു എന്നുള്ളതിൻ്റെ റിസൾട്ട് കിട്ടും. ഇനി ഇവിടെ ഇറ്റലി മാറ്റിയിട്ട് ഇപ്പോൾ എനിക്ക് ജർമ്മനി ആണെങ്കിൽ ഇപ്പോൾ ജർമ്മനിയിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം എനിക്ക് അതിനനുസരിച്ച് എൻ്റെ റിസൾട്ട് കിട്ടും. ഇനിയിപ്പോൾ ജർമ്മനി മാറ്റിയിട്ട് ഇനി നമുക്ക് ഇംഗ്ലണ്ട് കണ്ടുപിടിക്കണമെങ്കിൽ ഇംഗ്ലണ്ടിൽ നിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ സം റേഞ്ച് കിട്ടും. അപ്പം സമ്മി ഫോമിൽ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു കണ്ടീഷൻ കൊടുത്തിട്ട് ആ കണ്ടീഷനെ ബേസ് ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് കിട്ടുക. അപ്പം ഇവിടെ സം ആണ് റിസൾട്ട് ഉണ്ടാവുക, അതായത് ടോട്ടൽ ചെയ്ത് കിട്ടും.